Okay. Next one, work required to rotate an electric dipole placed in a uniform electric field or potential energy stored in an electric dipole. Potential energy stored in an electric dipole. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വിചാരിക്കൂ. ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് നമ്മളൊരു ഡൈപോളിനെ വെക്കുന്നു. അപ്പോൾ ഇതിൽ ഒരു ഡൈപോളിനെ വെച്ചു, -q + q ഡൈപോൾ വെച്ചു. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചത് അറ്റ് ആൻ ആംഗിൾ തീറ്റയാണെന്ന് വിചാരിച്ചു. അറ്റ് ആൻ ആംഗിൾ തീറ്റ വെച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ എന്താ പഠിച്ചത്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ഒരു ടോർക്ക് ഉണ്ടാകും എന്ന് പഠിച്ചു അല്ലേ? ടോർക്കിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടോർക്കിൻ്റെ ഇക്വേഷൻ PE sin θ എന്നായിരുന്നു അല്ലേ? ഈ ടോർക്കിൻ്റെ ഫലമായിട്ട് ഡൈപോൾ ഇങ്ങനെ +qൻ്റെ മുകളിൽ അങ്ങോട്ടേക്ക് ഫോഴ്സ്, അതല്ലേ പഠിച്ചത്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ -qൻ്റെ മുകളിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഫോഴ്സ്. ഇവിടെ ഇങ്ങനെ ഫോഴ്സ് വന്നാൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് പാരലായാലും നമ്മൾ പഠിച്ചു. പാരലായാൽ ടോർക്ക് എന്താണ്? ഇങ്ങനെ പാരലായി വന്നാൽ ടോർക്ക് എന്താണ്? 0 ആണ്. അപ്പോൾ ഇക്വിലിബ്രിയമാണ്. പാരലായി വന്നാൽ ടോർക്ക് 0 ആണ്. പക്ഷേ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇനേർഷ്യ കാരണം വീണ്ടും ചിലപ്പോൾ താഴോട്ടേക്ക് പോവാം, പിന്നെ തിരിച്ചിങ്ങനെ വരാം, ഓസിലേറ്റ് ഇങ്ങനെ ചെയ്ത് കളിക്കാം. ഓക്കെ, അപ്പോൾ ടോർക്ക് ഉണ്ടാവും. അപ്പോൾ ടോർക്കിൻ്റെ ഫലമായിട്ട് ഇതിങ്ങനെയല്ലേ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റായിട്ട് നമ്മളതിനെ റൊട്ടേറ്റ് ചെയ്യുക. ഡൈപോൾ എങ്ങനെയാണോ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഈ ടോർക്ക് കാരണം അപ്പോൾ ഡൈപോളിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ തന്നെ ഒരു ടോർക്ക് ഉണ്ടാവും. ടോർക്കിന് ഫലമായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്തോളൂ ഡ്യൂ ടു ദ ടോർക്ക്. അതിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. നമ്മളൊരു എക്സ്റ്റേണൽ ഏജൻറ്റ് അതിന് എങ്ങനെയാണോ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ. എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് ദ ടോർക്ക്. ഈ ടോർക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യണം. അതിനു വേണ്ടി നമ്മളൊരു വർക്ക് ചെയ്യണം. അപ്പോൾ വർക്ക് റിക്വയർഡ് ടു റൊട്ടേറ്റ് എഗെയിൻസ്റ്റ് ദ ടോർക്ക്. ടോർക്കിന് ഇതെങ്ങനെയാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വർക്ക് ചെയ്യണം. ഓക്കെ, ആ വർക്കാണ്, അങ്ങനെ ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വർക്കാണ്. ഓക്കെ, ടോർക്കിന് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള വർക്ക്. അപ്പം നമ്മൾ ഈ +qനെ ചെറുതായിട്ടൊന്ന് +q ഇവിടെ എത്തിച്ചു. ഇതിങ്ങനെയല്ലേ റൊട്ടേറ്റ് ചെയ്യുക, അതിന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ +qനെ ഇവിടെ എത്തിച്ചു, -q ഇവിടെ എത്തി. ഒരു സ്മോൾ ആംഗിൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വിചാരിച്ചു. സ്മോൾ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു എന്ത് ചെയ്തു? വർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ സ്മോൾ വർക്ക് എന്തിനു വേണ്ടി ചെയ്ത? സ്മോൾ വർക്ക് ഡൺ, സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് റിക്വയർഡ് ടു റൊട്ടേറ്റ് അഗെയിൻസ്റ്റ് ദ ടോർക്ക്. ആ സ്മോൾ ആംഗിൾ നമ്മൾ d θ എന്ന് വിളിക്കുന്നു, d θ. അപ്പോൾ d θ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാനുള്ള സ്മോൾ വർക്ക്. ഓക്കെ, വർക്ക് എങ്ങനെയാണ് കാണുക? വർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ട്രാൻസ്ലേഷണൽ മോഷനിൽ നമ്മൾ വർക്ക് കാണുക ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ? ഇതിപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നതിന് പകരം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ വർക്ക്? റൊട്ടേഷണൽ മോഷനിൽ ഫോഴ്സിന് പകരം ടോർക്ക് അല്ലേ? റൊട്ടേഷണൽ മോഷനിൽ ഫോഴ്സിൻ്റെ റോള് ടോർക്ക്. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത സ്മോൾ ആംഗിൾ എത്രയാണ്? d θ. ഇപ്പോൾ ടോ ഇൻറ്റു d θ, അതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇതായിരിക്കും ഈ ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് റിക്വയർഡ് ടു റൊട്ടേറ്റ് ദ ഡൈപോൾ എഗെയിൻസ്റ്റ് ദ ടോർക്ക്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള സ്മോൾ വർക്കാണിത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ വർക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ dw. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ വർക്ക് ഈക്വൽ ടു ഇൻ്റഗ്രൽ dw എന്ന് പറയുമ്പോൾ ടോ d θ. ഓക്കെ, അപ്പോൾ w ഈക്വൽ ടു ഇൻ്റഗ്രൽ ടോന് പകരം PE sin θ d θ. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ആംഗിൾ ഇങ്ങനെ മാറും അല്ലേ? ഇത് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഈ ആംഗിൾ തീറ്റ ഇതിങ്ങനെയാണ്. ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആംഗിൾ വേറൊരു ആംഗിളായില്ലേ? ഓക്കെ, അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യും തോറും ഈ ആംഗിൾ ഇങ്ങനെ എന്താവും ചേഞ്ച്, ഇവിടെയുള്ള ആംഗിൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യുന്ന ആൾ ആംഗിളാണ്. അപ്പോൾ ആംഗിളാണ് വേരിയബിൾ അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ പുറത്തെടുക്കുക. PEനെ ടേക്ക് ഔട്ട് സൈഡ്. അപ്പോൾ വർക്ക് ഈക്വൽ ടു P
പി ഇ ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ. ഇവിടെ ആംഗിളാണ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ലിമിറ്റ് കൊടുക്കണം. ഇവിടുത്തെ വേരിയബിൾ ആരാണ്? ആംഗിളാണ്, തീറ്റയാണ്. അപ്പോൾ ആംഗിളിന് ലിമിറ്റ് കൊടുക്കണം. എവിടെ മുതൽ എവിടെ വരെ ലിമിറ്റ് കൊടുക്കണ്ടേ? അപ്പം നമ്മൾ വിചാരിക്കും ഈ ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഈ ഡൈപോൾ ആദ്യം ഇങ്ങനെയാണുള്ളത്, -q + q. ആദ്യം ഇങ്ങനെ ആകുമ്പോൾ ഈ ആംഗിളാണ് തീറ്റ. അപ്പോൾ ഇനീഷ്യൽ ആംഗിൾ ഞാൻ θ1 എന്ന് വിളിക്കുന്നു. ഇനീഷ്യൽ ആംഗിൾ θ1. ഇത് റൊട്ടേറ്റ് ചെയ്ത് +q ഇവിടെ എത്തി അല്ലേ? നമ്മളിങ്ങനെയല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്? -q ഇവിടെ എത്തി. അപ്പോൾ ഇങ്ങനെയായി അല്ലേ? അപ്പോൾ ആ ഇനീഷ്യൽ ആംഗിൾ ഇതായിരുന്നു. ഇപ്പോൾ ഉള്ള ആംഗിൾ ഇതാണ്, ഇങ്ങനെ ആംഗിൾ വരിക. അപ്പോൾ ഇനീഷ്യൽ ആംഗിൾ θ1, ഫൈനൽ ആംഗിൾ θ2. അപ്പോൾ θ1 മുതൽ θ2 വരെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള വർക്ക്. ഓക്കെ, സോ ആംഗിൾ θ1 θ2. ഓക്കെ, സോ വർക്ക് ഈക്വൽ ടു പി ഇ ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ. ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ എന്താണ്? സൈൻ തീറ്റനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് തീറ്റ എന്നാണ്. മൈനസ് കോസ് തീറ്റ എന്നാണ്. അപ്പോൾ ആൻസർ മൈനസ് കോസ് തീറ്റ എന്നാണ്. പിന്നെ ലിമിറ്റ് കൊടുക്കണ്ടേ? ലിമിറ്റ് θ1 θ2. ഓക്കെ, θ1 θ2. അപ്പോൾ W ഈക്വൽ ടു ഇതിൽ ഈ നെഗറ്റീവ് ടേക്ക് ഔട്ട് സൈഡ് -pe ദെൻ കോസ്, ഈ നെഗറ്റീവ് പുറത്തെടുത്തേ, തീറ്റയ്ക്ക് പകരം θ2, ഫസ്റ്റ് കോസ് θ2 മൈനസ് തീറ്റയ്ക്ക് പകരം θ1 കോസ് θ1 അല്ലേ? അപ്പോൾ ഇതാണ് വർക്ക്. എന്തിനുള്ള വർക്ക്? നമ്മൾ ചെയ്ത കാര്യം എന്താണ്? നമുക്കറിയാം, ഒരു ഡൈപോളിനെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ഒരു ടോർക്ക് ഉണ്ടാവും. ടോർക്കിൻ്റെ ഫലമായിട്ട് ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ആ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനാവശ്യമായ വർക്കായത്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ആംഗിൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ θ1 ആണ് ഇനീഷ്യൽ ആംഗിൾ, θ2 ആണ് ഫൈനൽ ആംഗിൾ. അപ്പോൾ θ1 ആംഗിൾ θ2 വരെ മാറുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക്, ടോർക്കിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കാണ് വർക്കിൻ്റെ ഫോർമുല. ഓക്കെ, റെഡി? നമ്മൾ അപ്പോൾ വർക്ക് നമുക്ക് ഇങ്ങനെ കിട്ടി, -pe ഇൻറ്റു, ഇപ്പോൾ വർക്ക് കിട്ടിയിരിക്കുന്നത് -pe ഇൻറ്റു cos θ2 മൈനസ് കോസ് θ1. W ഈക്വൽ ടു -pe cos θ2 മൈനസ് കോസ് θ1. ഇനിയാണ് നമ്മൾ ഇക്വേഷൻ. ഇനി നമ്മൾ ഇതിൽ ഇനീഷ്യൽ ആംഗിളാണ് θ1, ഫൈനൽ ആംഗിളാണ് θ2 അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഒരു സ്പെഷ്യൽ കേസ്, നമ്മളിപ്പോൾ ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇത് ഇനീഷ്യലി നമ്മൾ ഡൈപോളിനെ പെർപെൻഡിക്കുലറായി വെച്ചു. ഓക്കെ, അപ്പോൾ ഇത് -q ന്ന് +q പി അല്ലേ? -q ന്ന് +q പി, ഇത് ഇൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് ആംഗിൾ അല്ലേ? അപ്പോൾ ഇതാണ് ഇനീഷ്യൽ ആംഗിൾ θ1 അല്ലേ? ഇനീഷ്യൽ ആംഗിൾ അപ്പോൾ 90 ഡിഗ്രി അല്ലേ? ഇനീഷ്യൽ ആംഗിൾ 90 ഡിഗ്രി. നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, 90 ഡിഗ്രിയിൽ വെക്കുമ്പോൾ പെർപെൻഡിക്കുലറായി വെക്കുമ്പോൾ ടോർക്ക് മാക്സിമം അല്ലേ? ആ കേസാണ് വിചാരിക്കുക. ഇനീഷ്യൽ കേസ് ഇങ്ങനെയാണ്, 90 ഡിഗ്രിയിലാണ് ഉള്ളത്. എന്നിട്ട് നമ്മൾ ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെ? ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റായി ഡൈപോളിനെ ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി, ഇലക്ട്രിക് ഫീൽഡിൽ ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി. എന്നാൽ തന്നെ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യും. ഡൈപോൾ ടോർക്കിൻ്റെ ഫലമായിട്ട് റൊട്ടേറ്റ് ചെയ്യും. അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് +q ഇവിടെ എത്തി, -q ഇവിടെ എത്തി, നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്ത്, അപ്പോൾ ആംഗിൾ മാറുമല്ലോ. ആംഗിൾ θ2 അല്ലേ? θ2നെ നമ്മൾ തീറ്റ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇനീഷ്യൽ ആംഗിൾ 90യും ഫൈനൽ ആംഗിൾ തീറ്റയും. അപ്പോൾ ലെറ്റ് θ1 ഈക്വൽ ടു 90 ഡിഗ്രി, ഓക്കെ, ആൻഡ് θ2 ഈക്വൽ ടു തീറ്റ. θ1 90 ഡിഗ്രി, θ2 തീറ്റ, ഇങ്ങനെ എടുത്തു. അങ്ങനെയാണെങ്കിൽ വർക്ക് എന്താവും? -pe ഇൻറ്റു കോസ് θ2ന് പകരം തീറ്റ മൈനസ് കോസ് θ1ന് പകരം 90, θ1ൻ്റെ സ്ഥാനത്ത് 90, കോസ് 90 0 അല്ലേ? കോസ് 90 0. അപ്പോൾ വർക്ക് എന്തായി? വർക്ക് -pe കോസ് തീറ്റ എന്ന് മാത്രം കിട്ടി. വർക്ക് ഈക്വൽ -pe കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്തത്? θ1ന് 90 കൊടുത്ത് θ2ന് തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ വർക്ക് ഈക്വൽ -pe കോസ് തീറ്റ എന്ന് കിട്ടി. ഇതിനെയാണ് നമ്മൾ
പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഡൈപോൾ. സോ ഡിനോട്ടഡ് ബൈ യു. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഡൈപോൾ ഈക്വൽ ടു മൈനസ് പി ഇ കോസ് തീറ്റ. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഡൈപോൾ ഈക്വൽ ടു മൈനസ് പി ഇ കോസ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പി എന്ന് പറയുമ്പോൾ ഈ ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്, പി, ഈ ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് പി. ഓക്കെ, ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്. ഇ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ്. ഇ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ മറ്റേ ചാർജിൻ്റെ ഏതോ ഒരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണത്. അപ്പോൾ ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റും അത് അടുത്ത കുറച്ച് അങ്ങോട്ട് വേറെ ടോപ്പിക്കിൽ ആവശ്യമുണ്ട് പറയാണ്. ഈ ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻറ്റും ഓർമ്മിച്ചോളാം, ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻറ്റും പിന്നെ നമ്മളിവിടെ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, ഈ ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അല്ല, വേറെ ഒരു എക്സ്റ്റേണൽ ആരുടെയോ ഇലക്ട്രിക് ഫീൽഡാണ് ഇത്. അപ്പോൾ അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റും പിന്നെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും പിന്നെ ഇവർ തമ്മിലുള്ള ആംഗിളാണ്, പിയും ഇയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ യു ഈക്വൽ ടു, ഇത് വെക്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാം, ഇത് എ ബി കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എ ഡോട്ട് ബി അല്ലേ, എ ഡോട്ട് ബി. അപ്പോൾ മൈനസ് പി കോസ് തീറ്റ എന്ന് പറയുമ്പോൾ വെക്റ്റർ പി ഡോട്ട് വെക്റ്റർ ഇ, എ ഡോട്ട് ബി അല്ലെങ്കിൽ പി ഡോട്ട് ഇ ആ രൂപത്തിലല്ലേ വരിക. ഓക്കെ, ഇതാണ് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഡൈപോൾ മൈനസ് വെക്റ്റർ പി ഡോട്ട് വെക്റ്റർ ഇ. ഓക്കെ, ഇതിൽ അപ്പോൾ നമ്മളിപ്പോൾ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ പറഞ്ഞു. പൊട്ടൻഷ്യൽ എനർജിക്കൽ മൈനസ് പി ഇ കോസ് തീറ്റ, ആ ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്, പിന്നെ ആ ഡൈപോൾ ഉള്ളത് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലാണ്, വേറെ ഒരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലാണ്, ആ ഇലക്ട്രിക് ഫീൽഡാണ് ഇത് ഇ. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിക്കൽ മൈനസ് പി ഇ കോസ് തീറ്റ. അങ്ങനെയാണ് ഡൈപോൾ ഉള്ളത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്, ഇത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ടാണെന്നായിരിക്കും മൈനസ് ക്യൂ പ്ലസ് ക്യൂ. ഡൈപോൾ ഉള്ളത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ടാണ്. അപ്പോൾ ഇതാണ് പിൻ്റെ ഡയറക്ഷൻ അല്ലേ. അപ്പോൾ പിയും ഇയും എങ്ങനെയാണ്, സെയിം ഡയറക്ഷനാണ്. അപ്പോൾ പിയും ഇയും സെയിം ഡയറക്ഷൻ ആകുമ്പോൾ തീറ്റ 0 ആണ് അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താവും, തീറ്റ 0 ആകുമ്പോൾ കോസ് 0 1, പൊട്ടൻഷ്യൽ എനർജിക്കൽ മൈനസ് പി ഇ വരും. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു മൈനസ് പി ഇ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മൈനസ് പി എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ്. പൊട്ടൻഷ്യൽ എനർജി ഒരു സ്കേലാർ ക്വാണ്ടിറ്റി അല്ലേ, അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റി എനർജി ഈസ് എ സ്കേലാർ. പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമമാണ്. ഓക്കെ, പിന്നെ നമ്മൾ മുമ്പ് പഠിച്ചു ഇതിനെ പെയറിലായിട്ടല്ല ഇപ്പോൾ വെച്ചത്, ഡൈപോളിനെ പെയറിലായിട്ടാണ് വെച്ചത്. ആർക്ക്, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ടാണ് ഡൈപോളിനെ വെച്ചത്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ടാണ് വെച്ചത്. പാരലായിട്ട് വെക്കുമ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പാരലായിട്ട് വെച്ചാൽ ടോർക്കില്ല. പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ടോർക്കില്ല എന്നൊരു സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാരലായിട്ട് വെക്കുമ്പോൾ ടോർക്കില്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ടോർക്കില്ലെങ്കിൽ അത് ഇക്വിലിബ്രിയാണ്. പക്ഷേ ഇക്വിലിബ്രിയം രണ്ട് ടൈപ്പ് ഉണ്ട്. സ്റ്റാബിൾ ഇക്വിലിബ്രിയം, രണ്ട് ടൈപ്പല്ല, ന്യൂട്രൽ ഇക്വിലിബ്രിയം ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ മെയിനായിട്ട് പറയുന്ന സ്റ്റാബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ ഇതിൽ ഈ ഡൈപോള് ഇങ്ങനെ വെച്ചുകൊണ്ട് പാരലായിട്ട് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടോർക്ക് 0 ആയതുകൊണ്ട് അത് ഇക്വിലിബ്രിയം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ തീരുമാനിക്കാൻ പോകുന്നത് ഏത് കേസാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, ഏത് കേസാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇനി ആൻറ്റി പാരലായി വെച്ചാലോ, ആൻറ്റി പാരലായി വെച്ചാൽ തീറ്റ എത്രയാണ്, ആൻറ്റി പാരലായിട്ട് വെക്കുമ്പോൾ തീറ്റ എത്രയാണ്, ഈ ഡൈപോളിന് ആൻറ്റി പാരലായി, ഇത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ആൻറ്റി പാരലായി വെക്കുന്നത് മൈനസ് ക്യൂ പ്ലസ് ക്യൂ, ആൻറ്റി പാരലായി വെച്ചു. എന്നാൽ മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലേക്കാണ് പി അല്ലേ, മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലേക്ക് പി. അപ്പോൾ പിയും ഇയും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ തീറ്റ എത്രയാണ്, 180. ഇങ്ങനെയാക്കുന്ന ആൻറ്റി പാരൽ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താവും, പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു മൈനസ് പി ഇ കോസ് തീറ്റ അല്ലേ. തീറ്റ എത്രയാണ്, ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തീറ്റ 180 ആണ്. അപ്പോൾ ഇത് കോസ് 180 -1, അപ്പോൾ ഇത് പ്ലസ് പി ഇ ആവും. പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പി ഇ ആവും. അപ്പോൾ ഈ കേസിൽ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവാണ്. പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മിനിമമാണ്, ഇത് ഏറ്റവും മിനിമമാണ്. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവാണ്, മാക്സിമാണ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചെന്താ, ഡൈപോളിനെ പാരലായി വെച്ചാലും കാര്യങ്ങൾ മനസ്സിലാക്കണേ, പാരലായി വെച്ചാലും ആൻറ്റി പാരലായി വെച്ചാലും ടോർക്ക് 0 ആണ്. പാരലായി വെച്ചാലും ആൻറ്റി പാരലായി വെച്ചാലും ടോർക്ക് 0 ആണ് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പാരലായി വെച്ചാലും ആൻറ്റി പാരലായി വെച്ചാലും ടോർക്ക് 0 ആണ്. ടോർക്ക് 0 ആയതുകൊണ്ട് ഇക്വിലിബ്രിയാണ്. അപ്പോൾ ഈ രണ്ട് കേസും ഇക്വിലിബ്രിയാണ്. അപ്പോൾ രണ്ട് കേസിലും ഈ ഡൈപോൾ എന്തിലാണ്,
ഡൈപോൾ ഇക്വിലിബ്രിയത്തിലാണ്. എന്തുകൊണ്ടാണ്? രണ്ട് കേസിലും ടോർക്ക് എന്താണ്? ടോർക്ക് 0 എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടോർക്ക് 0 ആയതുകൊണ്ട് ഡൈപോൾ ഇക്വിലിബ്രിയത്തിലാണ്. ഇനി ഈ കേസിലാണ് പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് മിനിമം. ഈ കേസിലാണ് പൊട്ടൻഷ്യൽ എനർജി മിനിമം. അപ്പോൾ ടോർക്ക് 0 ആയതുകൊണ്ട് ഇക്വിലിബ്രിയം, പിന്നെ പൊട്ടൻഷ്യൽ എനർജി മിനിമം. പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവുന്ന കേസാണ് സ്റ്റാബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ ഈ കേസിലാണ് ഡൈപോൾ ഈസ് ഇൻ സ്റ്റാബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ സ്റ്റാബിൾ ഇക്വിലിബ്രിയത്തിലാണ് എപ്പോൾ പറയുക? സ്റ്റാബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ ടോർക്ക് 0 ആയതുകൊണ്ട് ഇക്വിലിബ്രിയം, പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയതുകൊണ്ട് സ്റ്റാബിൾ ഇക്വിലിബ്രിയം. ഈ കേസിലും ടോർക്ക് 0 ആണ്. ടോർക്ക് 0 ആയതുകൊണ്ട് ഇക്വിലിബ്രിയം. പക്ഷേ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയതുകൊണ്ട് അൺസ്റ്റാബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവണം എന്തിലാവണമെങ്കിൽ? അൺസ്റ്റാബിൾ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ. ഓക്കെ, ഇനിയാണ് പൊട്ടൻഷ്യൽ എനർജി വെച്ചുകൊണ്ട് സ്റ്റാബിൾ ഇക്വിലിബ്രിയം അൺസ്റ്റാബിൾ ഇക്വിലിബ്രിയം മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഡൈപോളിനെ പെർപെൻഡിക്കുലറായി വെച്ചാലോ? ഇത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായി വെച്ചു ഡൈപോൾ. പെർപെൻഡിക്കുലറായി വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി എന്താവും? ഈ കേസിൽ പൊട്ടൻഷ്യൽ എനർജി -PE cos തീറ്റ എത്രയാ? പെർപെൻഡിക്കുലറായി വെക്കുമ്പോൾ പിയും ഇയും പെർപെൻഡിക്കുലർ. അപ്പോൾ തീറ്റ 90 ആണ്. cos 90 ആണ്. -PE cos തീറ്റ. cos 90 0 ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി 0. ഓക്കെ, ഈ കേസിൽ പാരലായി വെച്ചുകൊണ്ട് തീറ്റ എത്രയാ? പാരലായി വെച്ചുകൊണ്ട് തീറ്റ 0 ഡിഗ്രി. ഈ കേസിൽ ആൻറ്റി പാരലായി വെച്ചുകൊണ്ട് തീറ്റ 180 ഡിഗ്രി. ഈ കേസിൽ പെർപെൻഡിക്കുലറായി വെച്ചുകൊണ്ട് തീറ്റ 90. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഗ്രാഫ് വരക്കുന്നത് ഈ ആക്സിൽ യു എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി. ആരുടെ പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ ഡൈപോൾ. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ ഡൈപോളും ആംഗിളും ആംഗിളും തമ്മിലുള്ള ഗ്രാഫാണ്. ആംഗിൾ ഇവിടെ 0 അല്ലേ? 0. ഇവിടെ π/2 90 ഡിഗ്രി, π 180 ഡിഗ്രി, 270 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 3π/2. ഇങ്ങനെ പിന്നെ 2π ഇങ്ങനെ ഗ്രാഫ് വരക്കുന്നു. ഫസ്റ്റ് കേസിൽ തീറ്റ 0. പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഞാൻ എഴുതുന്നു. പൊട്ടൻഷ്യൽ എനർജി ഇവിടെ -PE ഉണ്ട്. നോക്കൂ, -PE 0 പിന്നെ +PE ഒക്കെ ഉണ്ട്. അപ്പോൾ +PE പൊട്ടൻഷ്യൽ എനർജി +PE പിന്നെ -PE ഇങ്ങനെയൊക്കെ എടുക്കുന്നു. പൊട്ടൻഷ്യൽ എനർജി P എന്ന് പറയുമ്പോൾ ഡൈപോൾ മൂവ്മെൻറ്റ് അല്ലേ? P ഡൈപോൾ മൂവ്മെൻറ്റ്. E എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അടുത്ത ഫസ്റ്റ് തീറ്റ 0 ആയാൽ പൊട്ടൻഷ്യൽ എനർജി എത്ര? തീറ്റ 0 ആയാൽ പൊട്ടൻഷ്യൽ എനർജി കിട്ടിയത് -PE ആണ്. അപ്പോൾ തീറ്റ 0 പക്ഷേ പൊട്ടൻഷ്യൽ എനർജി -PE. തീറ്റ 0 ആയാൽ പൊട്ടൻഷ്യൽ എനർജി -PE. പിന്നെയോ സെക്കൻഡ് കേസിൽ തീറ്റ എത്രയാ? ഈ കേസിൽ തീറ്റ എത്ര? π/2 അല്ലേ? 90 ഡിഗ്രി അല്ലേ? തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് പറഞ്ഞാൽ π/2 ആകുമ്പോൾ തീറ്റ π/2 ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ അടുത്തന്നെ π/2 ആകുമ്പോൾ 0, പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അടുത്തത് തീറ്റ 180 ആകുമ്പോൾ, 180 എന്ന് പറയുമ്പോൾ π അല്ലേ? 180 ആകുമ്പം പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? +PE, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം അല്ലേ? തീറ്റ 180 π ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി +PE. ഇത് π ആകുമ്പോൾ +PE. അപ്പോൾ ഗ്രാഫ് തുടങ്ങുന്ന ഇവിടുന്ന് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് വരെ ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ അടുത്ത പോയിൻ്റൊക്കെ എടുക്കുകയാണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ അങ്ങ് പോകും. ഇങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജിയും ആംഗിളും തമ്മിൽ. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ഡൈപോളും ആംഗിളും എന്ന് പറഞ്ഞാൽ ഡൈപോൾ ഇങ്ങനെ തിരിയുന്നതിനനുസരിച്ച്, റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെ മാറും. റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആര് മാറും? ആംഗിൾ മാറും. ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ ആംഗിൾ മാറുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി മാറും. അപ്പോൾ അതിൻ്റെ ഗ്രാഫായത്. ഓക്കെ, ഇങ്ങനെയാണ് ഗ്രാഫ്. റെഡി? അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്ന് ഡൈപോളിനെ പാരലായി വെക്കുക. പാരലായി വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം പിന്നെ ടോർക്ക് 0. പൊട്ടൻഷ്യൽ എനർജി മിനിമം, ടോർക്ക് 0. ആ കേസാണ് സ്റ്റാബിൾ ഇക്വിലിബ്രിയം. ഡൈപോളിനെ ആൻറ്റി പാരലായി വെക്കുക. 180 ഡിഗ്രി, തീറ്റ 180 ഡിഗ്രി ആയിട്ട് വെക്കുക. അപ്പോൾ ടോർക്ക് 0 തന്നെ, പക്ഷേ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. ആ കേസാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ സ്റ്റാബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ തീറ്റ 0 എന്ന് പറഞ്ഞാൽ പാരലൽ, ഡൈപോളും ഇലക്ട്രിക് ഫീൽഡും പാരലാണ്. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഡൈപോളും ഇലക്ട്രിക് ഫീൽഡും ആൻറ്റി പാരലൽ എന്ന് പറഞ്ഞാൽ പിയും ഇയും തമ്മിൽ ഓപ്പോസിറ്റ് ആയിരിക്കണം. ആ കേസാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. തീറ്റ 180. ഓക്കെ, നെക്സ്റ്റ്
oscillations of an electric dipole in a uniform electric field. Oscillations of an electric dipole in a uniform electric field. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കാണിക്കുന്നു. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇതിൽ നമ്മൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണിത്. ഇതിനകത്തൊരു ഡൈപോളിനെ വെക്കുന്നു. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോൾ വെച്ചാൽ നമ്മളെന്താ പഠിച്ചേ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോൾ വെച്ചാൽ അറ്റ് ആൻ ആംഗിൾ തീറ്റ വെച്ച് കഴിഞ്ഞാൽ, ഡൈപോൾ വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ഡൈപോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യാൻ കാരണം എന്താ? ടോർക്ക് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്ത് പ്ലസ് ക്യൂ ഇവിടെ എത്തും, മൈനസ് ക്യൂ ഇവിടെ എത്തി. അപ്പോൾ പാരലായി അല്ലേ? അപ്പോൾ ഡൈപോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പാരലായി. പാരലായാലും നമ്മൾ പഠിച്ചെന്താ? പാരലായ പിന്നെ ടോർക്ക് 0 ആണ്. ടോർക്ക് 0 എന്ന് പറഞ്ഞാൽ പിന്നെ റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല. ടോർക്ക് 0 എന്ന് പറഞ്ഞാൽ പിന്നെ റൊട്ടേറ്റ് ചെയ്യില്ലല്ലോ. പക്ഷേ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമല്ലേ? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ഇങ്ങനെ ഓക്കെ. അപ്പോൾ ഇവിടെ എത്തിയാലും അതിന് ഇനേർഷ്യ കാരണം ചിലപ്പോൾ അതേ അവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും അല്ലേ? ഇവിടെ എത്തുമ്പോൾ പ്ലസ് ക്യൂവിൻ്റെ മുകളിൽ ഇങ്ങോട്ടേക്ക് ആ ഫോഴ്സ്, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? പ്ലസ് ക്യൂവിൻ്റെ മുകളിൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ ഏതൊരു ചാർജ് ഉണ്ട്. കൺസെപ്റ്റ് ഒന്ന് മൈൻഡിൽ നിന്ന് പോകല്ലേ? ഇവിടെ ഏതൊരു ചാർജ് ഉണ്ട്, ആ ചാർജിൻ്റെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആയത്. ഓക്കെ, അപ്പോൾ പ്ലസ് ക്യൂവിൻ്റെ മുകളിൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലും മൈനസ് ക്യൂവിൻ്റെ മുകളിൽ പഠിച്ചെന്നാൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടും ഫോഴ്സ് വരുന്നല്ലേ പഠിച്ചത്? എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഫോഴ്സ് വരും. അപ്പോൾ ഫോഴ്സ് ഇവിടെ അങ്ങോട്ടും ഇവിടെ ഇങ്ങോട്ടുമാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്ത് പാരലാകുമ്പോൾ ടോർക്ക് ഇല്ലെങ്കിലും പക്ഷേ ഇനേർഷ്യ കാരണം വീണ്ടും ഇങ്ങനെ പോവാം. അതേ അവസ്ഥയിൽ അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ പ്ലസ് ക്യൂ ഇവിടെ എത്തും, അതേ അവസ്ഥ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങോട്ട് വന്ന് മൈനസ് ക്യൂ ഇവിടെ എത്തും. പ്ലസ് ക്യൂ ഇങ്ങോട്ട് വന്ന് മൈനസ് ക്യൂ മേലോട്ട് പോയി. അപ്പോൾ ഡൈപോൾ ഇങ്ങനെയാകുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഫോഴ്സ് മക്കളെ? ഇങ്ങനെയാകുമ്പോൾ പ്ലസ് ക്യൂവിൻ്റെ മുകളിൽ അങ്ങോട്ടേക്കല്ലേ? എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനല്ലേ? പ്ലസ് ക്യൂവിൻ്റെ മുകളിൽ ഇങ്ങോട്ട്, മൈനസ് ക്യൂവിൻ്റെ മുകളിൽ ഇങ്ങോട്ട് ഫോഴ്സ് വരും. അപ്പോൾ ഇങ്ങനെ ഫോഴ്സ് വരുമ്പോൾ എന്താവും? അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇനർഷ്യ കാരണം വീണ്ടും താഴോട്ട് പോയി ഇങ്ങനെയായി. ഇങ്ങനെ ഫോഴ്സ് വരുമ്പോൾ പിന്നെ ഇവിടെ അങ്ങോട്ടും ഇവിടെ ഇങ്ങോട്ടുമാണ്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യും. ഫോഴ്സ് അങ്ങോട്ടും, ഈ ഫോഴ്സ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കും, ഈ ഫോഴ്സ് അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കും. അങ്ങോട്ടേക്ക് കൊണ്ട് ഇവിടുന്ന് ഫോഴ്സ് താഴോട്ട് കൊണ്ടുപോകുന്ന പോലെ ഇവിടെയുള്ള ഫോഴ്സ് മുകളിലേക്ക് കൊണ്ടുപോകാൻ നോക്കുക. അപ്പോൾ ഇത് ഇങ്ങനെയാവും. അപ്പോൾ ഇതിങ്ങനെ വന്ന് ഇങ്ങനെയായി, പിന്നെ തിരിച്ച് അങ്ങനെയായി. അപ്പോൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ ഡൈപോൾ ഓസിലേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഓസിലേറ്റ് ചെയ്യുന്നു, ആ ഓസിലേഷൻ്റെ ടൈം പീരീഡാണ് കാണാൻ പോകുന്നത്. ഓസിലേഷൻ്റെ ടൈം പീരീഡ്. അപ്പോൾ ഓസിലേഷൻ നടക്കണമെങ്കിൽ ഉള്ള എസെൻഷ്യൽ കണ്ടീഷൻ എന്താണ്? ഇത് ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ടോർക്ക് ഇൻഡിക്കേഷൻ തന്നെ ടോർക്ക് PE sin θ. ആ ടോർക്ക് കൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ പാരലായി എത്തുമ്പോൾ ടോർക്ക് 0 ആയി. പിന്നെ ഇനേർഷ്യ കാരണം അത് വീണ്ടും താഴെ ഇങ്ങനെ പോയി അല്ലേ? ഇങ്ങനെ ഓസിലേഷൻ നടക്കണമെങ്കിൽ പിന്നെ ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരണ്ടേ? അപ്പോൾ തിരിച്ചിങ്ങോട്ട് വരണമെങ്കിൽ ഒരു റീസ്റ്റോറിങ് ടോർക്ക് വേണം. ആദ്യമുള്ള ടോർക്ക്, ആ ടോർക്ക് ഫലമായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ടോർക്ക് 0 ആയി. ഇനേർഷ്യ കാരണം താഴോട്ടേക്ക് പോയി, ഇങ്ങനെ പോയി. ഓക്കെ, പിന്നെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യണ ടോർക്ക് വേണ്ടേ? ആ ടോർക്കിൻ്റെ പേരാണ് റീസ്റ്റോറിങ് ടോർക്ക്. ഓക്കെ, ആ റീസ്റ്റോറിങ് ടോർക്ക് കൊണ്ടാണ് ഇത് പിന്നെ ഇങ്ങനെ പോകുന്നത്. ആ റീസ്റ്റോറിങ് ടോർക്ക് ഇല്ലെങ്കിലോ, റീസ്റ്റോറിങ് ടോർക്ക് എന്ന് പറഞ്ഞ സംഭവം ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോകില്ലേ? അപ്പോൾ റീസ്റ്റോറിങ് ടോർക്ക് എന്ന് പറഞ്ഞ സംഭവം ഉള്ളതുകൊണ്ടല്ലേ ഇത് തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നത്. തിരിച്ച് അങ്ങോട്ടേക്ക് പോയാലല്ലേ പിന്നെ ഇത് ഓസിലേഷൻ നടക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് കാരണക്കാരനാരാ? റീസ്റ്റോറിങ് ടോർക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടോർക്ക് PE sin θ, റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ റീസ്റ്റോറിങ് ടോർക്ക്. അപ്പോൾ റീസ്റ്റോറിങ് ടോർക്ക് ആയതുകൊണ്ട് ഓക്കെ, അതുകൊണ്ട് നമ്മളതിനാ മൈനസ് ടോർക്ക് ടോ ഈക്വൽ ടു PE sin θ നമ്മൾ മൈനസ് PE sin θ എന്ന് എഴുതുന്നു. PE sin θ മൈനസ് PE sin θ എന്ന് എഴുതുന്നു. റീസ്റ്റോറിങ് ടോർക്ക് എന്നുള്ള അർത്ഥത്തിൽ മൈനസ് നെഗറ്റീവ് എടുക്കുന്നു, മൈനസ് PE sin θ ഫോർ സ്മോൾ ആംഗിൾ തീറ്റ. ഈ തീറ്റ എന്നുള്ള ആംഗിൾ വളരെ സ്മോൾ ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ദെൻ തീറ്റ വളരെ സ്മോൾ ആണ്, നമുക്ക് എന്ത് ചെയ്താൽ അങ്ങനെയാണെങ്കിൽ sin θ
ഈക്വൽ ടു തീറ്റ എന്ന് എഴുതാം അല്ലേ. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ എന്ന് എഴുതാം. അപ്പോൾ റീസ്റ്റോറിംഗ് ടോർക്ക് എന്താവും? മൈനസ് പി ഇ തീറ്റ എന്നാവും അല്ലേ. റീസ്റ്റോറിംഗ് ടോർക്ക് ഈക്വൽ മൈനസ് പി ഇ തീറ്റ എന്നാവും. ഇനി ടോർക്കിന് നിങ്ങൾ കഴിഞ്ഞ ഫസ്റ്റ് ഇയറിന് പഠിച്ച ഇക്വേഷൻ ഇല്ല, ടോ ഈക്വൽ ഐ ആൽഫ. ടോ ഈക്വൽ ഐ ആൽഫ. അതിൻ്റെ പേരെന്തായിരുന്നു? അതിൻ്റെ പേര് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അല്ലേ. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ആൽഫേൻ്റെ പേര് ആംഗുലാർ ആക്സലറേഷൻ. ആൽഫേൻ്റെ പേര് ആംഗുലാർ ആക്സലറേഷൻ. റൊട്ടേറ്റ് ചെയ്യല്ലേ. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും ആംഗുലാർ ആക്സലറേഷൻ ഈക്വൽ ടു മൈനസ് പി ഇ തീറ്റ അല്ലേ. അപ്പോൾ ടോ ഈക്വൽ ടു ഐ ആൽഫ കൊടുത്തു. ഇതിൽ നിന്ന് ആൽഫ എന്ത് വരും? ആൽഫ മൈനസ് പി ഇ തീറ്റ ബൈ ഐ ആവും അല്ലേ. ആൽഫ ആംഗുലാർ ആക്സലറേഷൻ. ആൽഫക്ക് ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ? ആൽഫ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ. ഇതെല്ലാം +1 ടോപ്പിക്കാണ്. ആൽഫ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ. ഒമേഗൻ്റെ പേര് എന്തായിരുന്നു? ആംഗുലാർ വെലോസിറ്റി അല്ലേ. ആംഗുലാർ വെലോസിറ്റി മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ. അപ്പോൾ ആൽഫക്ക് വരെ അങ്ങനെ കൊടുത്താലോ? മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ ഈക്വൽ ടു മൈനസ് പി ഇ തീറ്റ ബൈ ഐ ആയി. തീറ്റ ആൻഡ് തീറ്റ ക്യാൻസൽ, മൈനസ് മൈനസ് ക്യാൻസൽ. ഒമേഗ സ്ക്വയർ ഈക്വൽ ടു പി ഇ ബൈ ഐ. സോ ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് പി ഇ ബൈ ഐ അല്ലേ. ഒമേഗ ഈക്വൽ റൂട്ട് ഓഫ് പി ഇ ബൈ ഐ. ഇനി ഒമേഗ എന്ന് പറയുമ്പം ഒമേഗ ഈക്വൽ 2π/t ആണ് അല്ലേ. ഒമേഗ ഈക്വൽ ടു 2π/t ഈക്വൽ ടു റൂട്ട് ഓഫ് പി ഇ ബൈ ഐ. ഓക്കെ, നമ്മൾ കാണാൻ പോകുന്നത് ഈ ഓസിലേഷൻ്റെ ടൈം പീരീഡ് ആണ് അല്ലേ. അപ്പോൾ ടൈം പീരീഡ് ഈക്വൽ എന്താവും? ടൈം പീരീഡ് റൈറ്റ് സൈഡിൽ എടുക്കുക. ഇത് ലെഫ്റ്റിലേക്ക് ഐ മുകളിലേക്ക് വരും, പി ഡിനോമിനേറ്ററിൽ വരും അല്ലേ. അപ്പോൾ 2π ഇൻറ്റു റൂട്ട് ഓഫ് ഐ ബൈ പി ഇ എന്നാവും. 2π ഇൻറ്റു റൂട്ട് ഓഫ് ഐ ബൈ പി ഇ. ഇതാണ് ടൈം പീരീഡ് കാണേണ്ട ഇക്വേഷൻ. അപ്പോൾ ഒരു ഡൈപോളിന് സപ്പോസ് ഡൈപോൾ ഈസ് ഫ്രീ ടു ഓസിലേറ്റ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ അത് ഓസിലേറ്റ് ചെയ്യുന്ന ഒരു ഡൈപോളാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഓസിലേഷൻ്റെ ടൈം പീരീഡ് കാണേണ്ട ഫോർമുല ഇത്. ഐ എന്ന് പറയുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഡൈപോൾ ഐ. ഓക്കെ, പി എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് പീൻ്റെ പേര് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് പി. ഇ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ടൈം പീരീഡ് ഈക്വൽ 2π റൂട്ട് ഓഫ് ഐ ബൈ പി ഇ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇതോടെ നിർത്തുകയാണ്. ബാക്കി അടുത്ത ക്ലാസ് പറയാം. ഓക്കെ.